ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാല ബോണ്ട ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ എങ്ങനെയാണ് ഒരു മസാല ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മസാല ബോണ്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 4 ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉപ്പും ഇട്ട് വേവിച്ച് തൊലി ഒക്കെ കളഞ്ഞ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനോടെ ഇട്ട് കുക്കറിനകത്തിട്ട് പുഴുങ്ങി നല്ലപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പരുവത്തിൽ നമുക്കൊന്ന് വേവിച്ച് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല ബോണ്ട ഉണ്ടാക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. ഞാൻ അതിനകത്തേക്കൊരു 1/4 സ്പൂണ് നമ്മുടെ പെരുംജീരകം ഇട്ട് കൊടുത്തു. ആ പെരുംജീരകം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കാൻ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഒരു 10 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതിനുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സവോള, അപ്പം ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളതിനകത്തേക്ക് സവോള ഇട്ട് കൊടുത്തു. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില അത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒന്നിച്ചിട്ട് നമ്മൾ വഴറ്റുന്നതാണ് നമുക്കെപ്പോഴും എളുപ്പമാണ്. നമ്മളിത് ഒത്തിരി അങ്ങ് വഴറ്റി ഇതാക്കി കളയേണ്ട. എന്നുപോലെ നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കാനുള്ളതാണ് നമ്മുടെ മസാല ബോണ്ട. അതുകൊണ്ടാണ് നമുക്കിത് ഒത്തിരി അങ്ങ് ഇതായിട്ട് പോകണ്ട. ഇതുണ്ട് എല്ലാം കൂടെ ഇട്ട് സവോള കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതലിടാം കേട്ടോ. സവോള ആവശ്യം നമ്മളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. നമ്മളിപ്പോൾ ഒരു 10 എണ്ണത്തിനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവോള കുറച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആ സവോളയ്ക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് നമ്മൾ പുഴുങ്ങിയിരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സവോളയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം നമുക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിനകത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ഇതുപോലെ വേവിച്ച് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ നമ്മുടെ മസാല ബോണ്ടയ്ക്കുള്ള കൂട്ട് നമ്മൾ തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ മസാല ബോണ്ടായിക്കുള്ള കൂട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എന്തായാലും നമുക്ക് ആവശ്യമുള്ള വലിപ്പം വേണം ബോണ്ടായിക്കെങ്കിൽ അതനുസരിച്ച് നമുക്കിത് നല്ലപോലെ ഇങ്ങനെയൊന്ന് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മസാല ബോണ്ടായിക്കുള്ള കൂട്ടെല്ലാം തയ്യാറാക്കി. അപ്പോൾ നമുക്ക് 11 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 11 എണ്ണം ഞാനിവിടെ ഉരുട്ടി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോണ്ട മുക്കി പൊരിക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് മസാല ബോണ്ടയ്ക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 2 സ്പൂണ് കടലമാവ്,
നമ്മൾ 2 സ്പൂൺ കടലമാവ് എടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 സ്പൂണ് അരിപ്പൊടിയാണ്. നമ്മുടെ ബോണ്ട ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 2 സ്പൂണ് മൈദ. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലെന്നോർത്ത് നമുക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നും. നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിച്ച് അപ്പത്തിനൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഓപ്ഷനിലാണ് ഒരു പിഞ്ച് കായം. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തികച്ചും ഓപ്ഷനിലാണ്. ഇനി നമുക്ക് അതിനകത്തേക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി. നമ്മൾ മുളക് പൊടി അതിന് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കും. ബേക്കിംഗ് പൗഡർ. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല, നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് ഇത്ര ഇതൊന്ന് ചേരാനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആദ്യമേ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാനായിട്ട്. നമുക്ക് ഈ ഒരു പാകത്തിന് നമുക്ക് ബാറ്റർ ഇതുണ്ട് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയെടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ബോണ്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ ഈ മാവിനകത്ത് മുക്കി നമുക്കൊന്ന് വറുത്ത് പോരാവേ. നമുക്കിങ്ങനെ ഓരോന്നിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതുണ്ടോ നമുക്ക് എണ്ണയ്ക്കകത്തേക്കിട്ട് നമുക്കിങ്ങനെ മൊത്തം ഇങ്ങനെ ഒന്നിട്ട് വറുത്ത് പോരാതെ. നമ്മളൊരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഒത്തിരി മണിക്കൂറുകളോളം ഒന്നും കിടക്കണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് കിടന്ന് എല്ലാം ഇതിനകത്തെ വെന്തതാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മറിച്ചും തിരിച്ചിട്ടെടുക്കുക. നമുക്കൊന്ന് മറിച്ചിടാം. ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി മസാല ബോണ്ട റെഡിയായി. നമുക്കിത് എടുക്കാതെ കോരിയെടുക്കാം. ഇത്രയും കിടന്നാൽ മൊരിഞ്ഞാൽ മതി, ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോകണ്ട. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ വറുത്ത് പോരാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറം നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ അകം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മസാല ബോണ്ട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇച്ചിരി തണുത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അടിപൊളിയാണ്. ഇച്ചിരി സോസ് കൂട്ടിയൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ ചമ്മന്തി കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.